ഹായ് സ്റ്റുഡൻസ്, അപ്പൊ ഈ ഒരു സെഷനിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്തതെന്നുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ മേക്കിംഗ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. Like South Africa, India's constitution was also drawn up under very difficult time. നമ്മൾ പറഞ്ഞു സൗത്ത് ആഫ്രിക്കത്തെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാ ഫോം ചെയ്തത് നമുക്ക് പറഞ്ഞാലോ. ഓക്കെ, ലൈക്ക് സൗത്ത് ആഫ്രിക്ക, ഇന്ത്യസ് കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഡ്രോൺ അപ്പ് അണ്ടർ വെരി ഡിഫിക്കൽട്ട് സർക്കംസ്റ്റൻസ്. അത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് പല അവസ്ഥകളും താണ്ടിയിട്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്തത് കേട്ടോ മക്കളെ. എങ്ങനെയാന്ന് നോക്കിയാലോ നമുക്ക്. ഓക്കെ, the country was born through a partition on the basis of religion differences. അല്ലെ, എന്തിന്റെ ബേസിൽ ഒരു നമ്മുടെ കൺട്രി പാർട്ടീഷനിൽ വിഭജിക്കപ്പെട്ടു? എന്ത്, നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ ആയിട്ടല്ലേ. ഇന്ത്യയില് ഇപ്പൊ ഹിന്ദുസ്ഥാൻ എന്ന് പറയുമ്പോൾ ഹിന്ദുസിന് മാത്രമാണ്, പാകിസ്ഥാനിലേക്ക് മുസ്ലിംസ് ഇതാക്കി അവർക്ക് വേറെ ഇത് വേണം, രാജ്യം വേണം എന്ന് പറഞ്ഞ് മുഹമ്മദ് അലി ജിന്ന ബേസ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്തതായിരുന്നു എന്ത്, നമ്മുടെ ആ ഒരു രാജ്യത്തിന്റെ ഇന്ത്യ പാകിസ്ഥാൻ ഒരു ഡിവിഷൻ വന്നു അല്ലെ. അങ്ങനെ and this was a traumatic experience for the people of India and Pakistan. അത് ഒരു നെട്ടലായിരുന്നു ആ ഒരു ടൈമിൽ എന്ന് പറയുമ്പോൾ. ഇന്ത്യ പാകിസ്ഥാൻ ആ പാർട്ടീഷൻ വന്ന ടൈമിൽ മുസ്ലിംസ് കുറെ ആളുകൾ എന്ത് ചെയ്തു, ട്രെയിനിലൊക്കെ കയറിപ്പോയി. ശരിക്കും ട്രെയിൻ അവിടേക്കാണെന്ന് പോലും അവർക്ക് അറിയില്ലായിരുന്നു മക്കളെ. അത്രയും ട്രോമാറ്റിക് എക്സ്പീരിയൻസ്. കുറെ പേര് അവിടെ എത്താം, എങ്ങനെങ്കിലും എത്താം. കുറെ പേര് മരണപ്പെട്ടു, കുറെ പേര് വഴിതെറ്റി എവിടേക്കോ അലഞ്ഞു തിരിഞ്ഞ് അവിടെ ഇവിടെ ആയിട്ട് മരണപ്പെട്ടു. അങ്ങനെ പല സിറ്റുവേഷൻസ് ആയിരുന്നു അവിടെ. പാകിസ്ഥാനിലുള്ള കുറെ ഇന്ത്യൻസ് ഇങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞിട്ടായിരിക്കും വരിക അല്ലെ, ഇന്ത്യയിലേക്ക് എന്ന് പറഞ്ഞിട്ടായിരിക്കും എന്താ കപ്പൽ വഴിയോ ട്രെയിൻ വഴിയോ ഒക്കെ വരിക. പക്ഷെ ഇവിടെ എത്തിച്ചേരുന്നത് 1, 2, 3 ആൾക്കാർ മാത്രമായിരിക്കും. ബാക്കിയുള്ളവർ അവിടെ ഇവിടെ ആയിട്ട് വേറെ ഏതൊക്കെയോ സ്ഥലങ്ങളിലാണ് എത്തിപ്പെടുന്നത് കേട്ടോ മക്കളെ. ഓക്കെ, and next one, at least 10 lakh people were killed on both sides of the border in partition related violence. Orga, at least 10 lakh people were killed on both sides of border in partition related violence enna paraya. 10 ലക്ഷം ജനത ആ ഒരു പാർട്ടീഷൻ, ഈ ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷൻ ബോർഡർ ഇല്ലേ, നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിന്റെ അവിടെ തന്നെ കുറെ ആളുകൾ മരണപ്പെട്ടു എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ. കുറെ പേർക്ക് എത്തിച്ചേരാൻ പറ്റിയില്ല. കുറച്ച് ആളുകൾ മാത്രമേ കുറച്ച് ആളുകൾ മാത്രമേ എത്തിച്ചേരുന്നുള്ളൂ അതത് സ്ഥാനങ്ങളിൽ. കുറെ ആളുകൾ അതിന്റെ അല്ലെ ആ ഒരു ഇതിന്റെ ബോർഡറിലൊക്കെ കുറെ ആളുകൾ മരണപ്പെട്ടു എന്നാണ് പറയുന്നത് അല്ലെ. And the British had left to the rulers of princely states to decide whether they wanted to merge with India or with Pakistan or remain independent. അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് കൺഫ്യൂഷൻ ആയി. അവരിപ്പോ ആരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം, ഇന്ത്യനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണോ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണോ എന്നൊരു കൺഫ്യൂഷൻ വന്നു. അല്ലെങ്കിൽ അവർ സ്വതന്ത്രരായിട്ട് നിൽക്കണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷനിലായിരുന്നു ആര് മക്കളെ, ബ്രിട്ടീഷുകാർ അല്ലെ. Okay, the makers of the constitution had anxieties about the present and future of the country. അങ്ങനെ ഈ ഒരു ഭരണഘടന ഫോം ചെയ്യുന്ന ആളുകൾക്ക് എന്താണ് ടെൻഷൻ ആയിരുന്നു ഉള്ളിലെ മക്കളെ. എന്തുകൊണ്ടായിരുന്നു ടെൻഷൻ? എന്താന്ന് വെച്ചാൽ ഇപ്പത്തെ കാര്യങ്ങൾ ആലോചിച്ചിട്ട്, പാർട്ടീഷൻ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെ ആ ഒരു ഇതിൽ ആളുകളെ കുറിച്ച് ആലോചിച്ചിട്ട് ഭാവി കാര്യങ്ങൾ എന്താവും എന്നൊക്കെ ആലോചിച്ചിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ നിർമ്മാതാക്കൾക്ക് ടെൻഷൻ ആയിരുന്നു ഉള്ളിൽ എന്നാട്ടോ മക്കളെ പറയുന്നത്. എന്ത് കാരണങ്ങൾ കൊണ്ടായിരിക്കും നോക്കിയാലോ. ദ പാത്ത് ടു കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കിയാലോ. അവർ നാഷണൽ മൂവ്മെന്റ് വാസ് നോട്ട് മിയർലി എ സ്ട്രഗിൾ അഗെയിൻസ്റ്റ് എ ഫോറിൻ റൂൾ അല്ലെ. എന്ന് വെച്ചാല് നമ്മുടെ നാഷണൽ മൂവ്മെന്റ് അല്ലെ, ഗാന്ധിജി ഫോം ചെയ്ത മൂവ്മെന്റ്, നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് എല്ലാരും കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള, സരോജിനി നായിഡു എല്ലാരും അല്ലെ ഫോം ചെയ്ത് നാഷണൽ മൂവ്മെന്റ്. ഈ ഒരു ഫോറിൻ റൂൾ, ബ്രിട്ടീഷുകാരെ ഇവിടെ കോളനീസ് ഒക്കെ സെറ്റപ്പ് ചെയ്തു, ഇവിടെ ഫുള്ള് ട്രേഡ് ഒക്കെ നടത്തിയല്ലോ, ഇവരിവിടെ നിന്ന് പോകണം എന്നൊരു ഇതില് നാഷണൽ മൂവ്മെന്റ് നടത്തിയില്ലേ. അപ്പോ ആ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് അത്രയും പ്രധാനപ്പെട്ട ഒരു മൂവ്മെന്റ് ആയിരുന്നു. ഈ ഫോറിൻ റൂൾ, ബ്രിട്ടീഷുകാരെ ഈ ഒരു ഭരണം ഇവിടെ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മേജർ നാഷണൽ മൂവ്മെന്റ് ഇവിടെ നടന്നു അല്ലെ, നാഷണൽ ലീഡേഴ്സിന്റെ നേതൃത്വത്തിൽ എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. ഇറ്റ് വാസ് ഓൾസോ എ സ്ട്രഗിൾ ടു റിജുവിനേറ്റ് അവർ കൺട്രി and to transform our society and politics. ഇത് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിനെ എന്താ പറയുക പിന്നെയും ഒരു എനർജി ബൂസ്റ്റപ്പ് ചെയ്തിട്ട് ഒന്നും കൂടെ പുതിയൊരു രാജ്യമാക്കി അല്ലെ പുനർജനിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു നാഷണൽ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഒരു സ്വതന്ത്ര രാജ്യത്തിന് വേണ്ടിയിട്ട് പോരാടിയവരാണ് നമ്മുടെ നാഷണൽ ലീഡേഴ്സ് ആയിട്ടുള്ള ഗാന്ധിജി, നെഹ്റു,
സുഭാഷ് ചന്ദ്രബോസ്, അംബേദ്കർ, അവരൊക്കെ മേജർ പാർട്ട് ഫോം ചെയ്ത ആളുകളാണ് കേട്ടോ. In 1928, Motilal Nehru and 8 of other Congress leaders drafted a constitution for India. അല്ലെ 1928 മോട്ടിലാൽ നെഹ്റു ആണ്, അതുപോലെ തന്നെ 8 അതർ കോൺഗ്രസ് ലീഡേഴ്സും കൂടെ എന്ത് ഫോം ചെയ്തു എന്നാ പറയുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പ് അവര് രൂപീകരിച്ചു എന്നാണ് പറയുന്നത്. മോട്ടിലാൽ നെഹ്റു ആൻഡ് 8 അതർ കോൺഗ്രസ് ലീഡേഴ്സ് ഡ്രാഫ്റ്റഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇന്ത്യ. അല്ലെ അവര് സ്റ്റെപ്പ് ഇട്ടു എന്നാണ് പറയുന്നത് 1928. ആരൊക്കെ? മോട്ടിലാൽ നെഹ്റു ആൻഡ് 8 അതർ നാഷണൽ കോൺഗ്രസ് മെമ്പേഴ്സ്. Okay, in 1931, the resolution at the Karachi session of the Indian National Congress dwelt on how independent India's constitution should look like. And അങ്ങനെ 1931 കറാച്ചി സെഷനില്, കറാച്ചിയിൽ വെച്ചിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു ഡിസ്കഷൻ നടത്തി. എന്തിനു വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻ ആണ് മക്കളെ? നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എങ്ങനെ വേണം, എങ്ങനെ ആയിരിക്കണം എന്നൊരു ഇതില്, എങ്ങനെ ആയിരിക്കണം, ഏത് രീതിയിലായിരിക്കണം, എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് അതിൽ ഇൻക്ലൂഡഡ് ആവേണ്ടത് എന്നൊരു ഡിസ്കഷൻസ് ഈ കോൺഗ്രസ് ലീഡേഴ്സ് എവിടെ വെച്ച് നടത്തി എന്നാ പറയുന്നത്? കറാച്ചിയിൽ വെച്ച് നടത്തി എന്നാ പറയുന്നത് കേട്ടോ മക്കളെ. ഏത് വർഷമാണെന്നാ പറയുന്നത്? ഇറ്റ് ഈസ് ഇൻ 1931. 1931 അവര് ആ ഒരു ഡിസ്കഷൻ നടത്തിയത്. ഓക്കെ, ആൻഡ് both these documents were committed to the inclusion of universal adult franchise എന്ന് പറയുമ്പോൾ right to freedom and equality and protecting the rights of minorities in the constitutional of independent India. Universal adult franchise എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? right to freedom, അല്ലെ? സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അവകാശം നമ്മൾ എടുക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇക്വാലിറ്റി, തുല്യത നേടിയെടുക്കുക എന്ന് പറയുന്നത്, അല്ലെ? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നേടിയെടുക്കുക എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ തുല്യതക്കുള്ള വേണ്ടിയിട്ട് നമ്മൾ പോരാടുക, അല്ലെ? അതുപോലെ തന്നെ പ്രൊട്ടക്ടിങ് ദ റൈറ്റ്സ് ഓഫ് മൈനോറിറ്റീസ്, അല്ലെ? താഴെ തട്ടിലുള്ള ആളുകളെ പ്രൊട്ടക്ട് ചെയ്യുക, അവരെ സുരക്ഷിതരാക്കുക എന്നുള്ളതായിരുന്നു മെയിൻ പോയിന്റ്സ്. കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ച മെയിൻ പോയിന്റ്സ് എന്തൊക്കെയായിരുന്നു? യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ഒന്ന്, പിന്നെ റൈറ്റ് ടു ഫ്രീഡം ആൻഡ് ഇക്വാലിറ്റി ഓഫ് സിറ്റിസൺസ്, ആൻഡ് നെക്സ്റ്റ് വൺ പ്രൊട്ടക്ടിങ് ദ റൈറ്റ്സ് ഓഫ് മൈനോറിറ്റീസ്. കേട്ടോ, ഈ 3 പോയിന്റ്സും വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ, and many of our leaders were inspired by, അല്ലെ? പല നാഷണൽ ലീഡേഴ്സും എന്ത് കണ്ടിട്ടാണ് അവർ പ്രചോദനമായത്, അവർക്ക് പ്രചോദനം കിട്ടിയത് എന്തിൽ ഐഡിയൽസിൽ നിന്നാണ്? നമുക്ക് നോക്കിയാലോ മക്കളെ? ഇറ്റ് ഈസ് ഫ്രം ദ ഐഡിയൽസ് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ. ഫ്രഞ്ച് റെവല്യൂഷന്റെ ഐഡിയൽസ് കണ്ടിട്ടാണ്. ആ ഒരു ഫ്രഞ്ച് റെവല്യൂഷന്റെ ഐഡിയൽ സെയിം എന്തായിരുന്നു മക്കളെ? ഇറ്റ് ഈസ് ഇക്വാലിറ്റി, liberty, fraternity, okay, equality, അല്ലെ? ഈ ഒരു ഫ്രഞ്ച് റെവല്യൂഷന്റെ ഐഡിയൽസ് ഇക്വാലിറ്റി, ലിബർട്ടി, ഫ്രറ്റേണിറ്റി എന്ന് പറയുന്ന ഐഡിയൽസിലാണ് പ്രചോദനപരമായിട്ടുള്ള കാര്യങ്ങൾ ആര് ഉൾക്കൊണ്ടത് എന്ന് പറയുന്നത്? നമ്മുടെ നാഷണൽ ലീഡേഴ്സ് ഉൾക്കൊണ്ടത്. ഇറ്റ് ഈസ് ഫസ്റ്റ് വൺ ദ ഐഡിയൽസ് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ. എന്തൊക്കെയാണ് മക്കളെ നമ്മുടെ ഫ്രഞ്ച് റെവല്യൂഷന്റെ ഐഡിയൽസ്? ഇറ്റ് ഈസ് ഫസ്റ്റ് വൺ ഇക്വാലിറ്റി, and second one it is liberty, and third one fraternity. Okay, and next one it is the practice of parliamentary democracy in Britain. പിന്നെന്താണ്? ബ്രിട്ടനിലുള്ള ഈ പാർലമെന്ററി ഡെമോക്രസി അവരെ വളരെ മോട്ടിവേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. പാർലമെന്ററി ഡെമോക്രസി ഇൻ ബ്രിട്ടൻ. Okay, and next one, the Bill of Rights in the US. US-ലെ Bill of Rights ആണ് third feature. Next one, it is the socialist revolution in Russia had inspired by many Indians to think of shaping system based on social and economic equality. പിന്നെ അവരെ ഇൻസ്പയർഡ് ചെയ്ത സോഷ്യലിസ്റ്റ് റെവല്യൂഷൻ ഓഫ് റഷ്യ ആണ്. റഷ്യയിലുള്ള സോഷ്യലിസ്റ്റ് റെവല്യൂഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻസിനെ വളരെയധികം സ്വാധീനിച്ചു എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് മക്കളെ? ബിക്കോസ് ഇറ്റ് വാസ് ബേസ്ഡ് അപ്പോൺ, റഷ്യയിലെ ഈ സോഷ്യലിസ്റ്റ് റെവല്യൂഷൻ ബേസ്ഡ് അപ്പോൺ എന്തിന് അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു? ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ
സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇക്വാലിറ്റി, സാമൂഹികമായും സാമ്പത്തികമായിട്ടും എല്ലാവർക്കും തുല്യത ഉറപ്പാക്കാൻ വേണ്ടിയിട്ടായിരുന്നു റഷ്യയില് സോഷ്യലിസ്റ്റ് റെവല്യൂഷൻ അന്ന് ഉദ്ഭവിച്ചത് അല്ലെങ്കിൽ ഉണ്ടായത് എന്നതാണ് പറയുന്നത്. എന്തൊക്കെയായിരുന്നു ലീഡേഴ്സ്, നമ്മുടെ നാഷണൽ ലീഡേഴ്സ്, ഇന്ത്യൻ നാഷണൽ ലീഡേഴ്സ് ഇൻസ്പയർഡ് ആയത് എന്തിലൊക്കെ നിന്നാണ്? ഇറ്റ് വാസ് ഫസ്റ്റ് വൺ ദ ഐഡിയൽസ് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷന്റെ. എന്തൊക്കെയാണ് ഫ്രഞ്ച് റെവല്യൂഷന്റെ ഐഡിയൽസ് മക്കളെ? ഫസ്റ്റ് വൺ ഇക്വാലിറ്റി, ലിബർട്ടി, fraternity അല്ലെ. ആൻഡ് സെക്കൻഡ് വൺ ദ പ്രാക്ടീസ് ഓഫ് പാർലമെന്ററി ഡെമോക്രസി ഇൻ ബ്രിട്ടനിലെ പാർലമെന്ററി ഡെമോക്രസിന്റെ പ്രാക്ടീസ് കണ്ടിട്ട്. നെക്സ്റ്റ് വൺ USA ബിൽ ഓഫ് റൈറ്റ്സ്. നെക്സ്റ്റ് ഫോർത്ത് വൺ ഇസ് സോഷ്യലിസ്റ്റ് റെവല്യൂഷൻ ഇൻ റഷ്യ. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ എന്തൊക്കെ ഇക്വാലിറ്റി ബേസിലാണ്? ഇറ്റ് ഈസ് മെയിൻലി സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇക്വാലിറ്റി. ഇസ് വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. എങ്ങനെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇന്ത്യയിൽ ഫോം ചെയ്ത് നമുക്ക് നോക്കിയാലോ മക്കളെ? ഓക്കെ, the drafting of document called the Constitution was done by an assembly of elected representatives called the Constituent Assembly. അല്ലെ, ഡ്രാഫ്റ്റിംഗ് ഓഫ് ഡോക്യുമെന്റ് അല്ലെ, ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഡ്രാഫ്റ്റ് ചെയ്യുക അല്ലെ, അത് മെയിൻ ആയിട്ട് ആരാണ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ബൈ എൻ അസംബ്ലി ഓഫ് എലക്റ്റഡ് റെപ്രസെന്റേറ്റീവ്സ് അല്ലെ. അവിടെ എലക്ട് ചെയ്യപ്പെട്ട റെപ്രസെന്റേറ്റീവ്സ് ആണ് ഈ ഡ്രാഫ്റ്റിംഗ് ഡോക്യുമെന്റിനൊക്കെ നേതൃത്വം നൽകുന്നത്. അങ്ങനെയാണ് അതൊരു എന്തായിട്ട് മാറിയത്? ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ആയിട്ട് മാറിയത് എന്ന് പറയുന്നത് കേട്ടോ മക്കളെ. എങ്ങനെയാണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷന് നമ്മൾ അവര് ഡോക്യുമെന്റ് ഡ്രാഫ്റ്റ് ചെയ്യാണ്, എന്നിട്ട് ഒരു അസംബ്ലി ഫോം ചെയ്യാണ്. ആര്? എലക്റ്റഡ് ആയിട്ടുള്ള റെപ്രസെന്റേറ്റീവ്സ്. അവരാണ് എന്ത് ഫോം ചെയ്യുന്നത്? ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അല്ലെ. ഓക്കെ, നെക്സ്റ്റ് വൺ എലക്ഷൻസ് ടു ദി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അല്ലെ. എലക്ഷൻസ് ടു ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വെയർ ഹെൽഡ് ഇൻ ജൂലൈ 1946. ഈ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് പിന്നെ എലക്ഷൻസ് നടത്തണ്ടേ? ആ ഒരു എലക്ഷൻ ഫസ്റ്റ് സെറ്റപ്പ് ചെയ്ത ഏത് ഇയറിലായിരുന്നു? ജൂലൈ 1946 അല്ലെ. ജൂലൈ 1946 എലക്ഷൻസ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് വന്നത്. തേർഡ് വൺ, ഇതിന് ഫസ്റ്റ് മീറ്റിംഗ് എപ്പോഴാണ് ഹെൽഡ് ചെയ്ത്? ഈ എലക്ഷൻസിന്റെ ഒക്കെ എലക്ടഡ് റെപ്രസെന്റേറ്റീവ്സിനെ ഒക്കെ ബേസ് ചെയ്തിട്ട് ഡിസംബർ 1946 അല്ലെ. ഡിസംബർ മാസം 1946 ഫസ്റ്റ് മീറ്റിംഗ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ബേസ്ഡ് ആയിട്ടുള്ള ഫസ്റ്റ് മീറ്റിംഗ് നടന്നത് ഡിസംബർ 1946 അല്ലെ. ആൻഡ് ഫസ്റ്റ് എലക്ഷൻ നടന്നത് ജൂലൈ 1946 ഫസ്റ്റ് മീറ്റിംഗ് എപ്പോഴാണ് നടന്നത്? ബേസ്ഡ് അപ്പോൺ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എപ്പോഴാണ് മക്കളെ? ഇറ്റ് ഈസ് ഇൻ ഡിസംബർ 1946 അല്ലെ. നെക്സ്റ്റ് വൺ, the Constituent Assembly was also divided into Constituent Assembly of India and that of Pakistan. ഈ Constituent Assembly രണ്ടായിട്ടാണ് തരംതിരിച്ചതെന്ന് പറയുന്നത്. എങ്ങനെയാണ്? ഇറ്റ് ഈസ് Constituent Assembly of India and Constituent Assembly of Pakistan. Okay, and next one, the Constituent Assembly that wrote the Indian Constitution had 299 members. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എഴുതിയത് എന്താണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എത്ര മെമ്പേഴ്സ് ഉണ്ട് എന്നാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി പറഞ്ഞത്? ഇറ്റ് ഹാസ് 299 മെമ്പേഴ്സ്. 299 മെമ്പേഴ്സ് ആണ് ഏതിലുള്ളത് മക്കളെ? ഇറ്റ് ഈസ് ബിലോങ്സ് ടു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. റോട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? 299 മെമ്പേഴ്സ്. ഓക്കെ, and the assembly adopted the constitution. ഈ ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത് ഏത് വർഷമാണ്? ഇറ്റ് ഈസ് ഇൻ 26th November 1949. അസംബ്ലി ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് എടുത്തത് ഏത് വർഷമാണ്? 1949 26th November അല്ലെ. ഇറ്റ്സ് ഓക്കെ. ആൻഡ് ഇത് നിലവിൽ വന്നത് എപ്പോഴാണ്? ഇറ്റ് ഈസ് 26th January 1950 ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത്. ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ എടുത്തത് അല്ലെ, അഡോപ്റ്റ് ചെയ്തത് എപ്പോഴാണ്? ഇറ്റ് ഈസ് ഇൻ 26th November 1949 ആ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യാൻ നോക്കിയതെങ്കിൽ അത് എപ്പോഴാണ് നിലവിൽ വന്നത്? ഇറ്റ് ഈസ് ഇൻ 26th January 1950 അല്ലെ അതൊരു നിലവിൽ വന്നത്. ഓക്കെ,
Next one. To mark this day, we celebrate January 26 as Republic Day every year. അതുകൊണ്ടാണ് നമ്മൾ റിപ്പബ്ലിക് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ വന്നു അല്ലെ, റിപ്പബ്ലിക് കോൺസ്റ്റിറ്റ്യൂഷൻ വന്നു, ന്യൂ ഡെമോക്രസി ഫോം ചെയ്തു ഇന്ത്യയില്. അപ്പോ ആ ഒരു ദിവസം 26th January 1950 കോൺസ്റ്റിറ്റ്യൂഷൻ വന്നത് നമ്മൾ പറഞ്ഞല്ലോ മക്കളെ. ആ ഒരു ദിവസമാണ് നമ്മൾ പിന്നെ എന്ത് ആഘോഷിക്കാൻ തുടങ്ങിയത് എല്ലാ വർഷവും 26th January. എന്താണ് നമ്മൾ ആഘോഷിക്കാറ് മക്കളെ, നിങ്ങൾ എന്നെ പറഞ്ഞേ. അതെ അല്ലെ, റിപ്പബ്ലിക് ഡേ ആയിട്ട് നമ്മൾ ആഘോഷിച്ചത്. Okay, next one. Over the last half of a century, several groups have questioned some provisions of the constitution. അല്ലെ, ഇപ്പൊ പല സെഞ്ചുറിയിലായിട്ട് കുറെ ആളുകൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രൊവിഷനെ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. പക്ഷേ ബട്ട് നോ ലാർജ് സോഷ്യൽ ഗ്രൂപ്പ് ഓർ പൊളിറ്റിക്കൽ പാർട്ടി ഹാസ് എവർ ക്വസ്റ്റ്യൻ ദ ലെജിറ്റിമസി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. പ്രൊവിഷൻസിന് കുറെ പേര് ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു, അതിൽ ഉൾപ്പെട്ട ചില കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നെങ്കിൽ അതിന്റെ ലെജിറ്റിമസിന്, അതിന്റെ മൂല്യത്തിന് ആരും ക്വസ്റ്റ്യൻ ചെയ്തില്ല അല്ലെ. ഇറ്റ് നെവർ എവർ ക്വസ്റ്റ്യൻ ഒരു സോഷ്യൽ ഗ്രൂപ്പും, നോ ലാർജ് ഗ്രൂപ്പ് ഓർ political party has ever questioned the legitimacy. കോൺസ്റ്റിറ്റ്യൂഷന്റെ ലെജിറ്റിമസിനെ ആരും ക്വസ്റ്റ്യൻ ചെയ്തില്ല. പ്രൊവിഷൻസിനെ കുറച്ച് ആളുകൾ ക്വസ്റ്റ്യൻ ചെയ്തെങ്കിലും മക്കളെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ലെജിറ്റിമസിനെ ആരും ക്വസ്റ്റ്യൻ ചെയ്തില്ല എന്നതാണ് പറയുന്നത്. Okay. And the second reason for accepting the constitution is that, രണ്ടാമത്തെ റീസൺ എന്താണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആക്സെപ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണ് മക്കളെ? The Constituent Assembly represent ചെയ്യുന്നത് എന്തിനെയാണ്? ദ പീപ്പിൾ ഓഫ് ഇന്ത്യനെയാണ് അല്ലെ. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിലെ ജനതയാണ്. അതുകൊണ്ട് കൂടിയാണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി റെപ്രസെന്റ് ചെയ്യുന്നത് ആരെയാണെന്നാ പറയുന്നത്? പീപ്പിൾ ഓഫ് ഇന്ത്യ. ഓക്കെ. The assembly was dominated by Indian National Congress, the party that led India's freedom struggle. ഈ ഒരു അസംബ്ലി ഫോം ചെയ്തത് ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയാണ് അല്ലെ. ദാറ്റ് ലെഡ് ഇന്ത്യസ് ഫ്രീഡം സ്ട്രഗിൾ. ഇന്ത്യന്റെ ഫ്രീഡം സ്ട്രഗിളിലേക്ക് ലെഡ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയാണ് ഈ ഒരു അസംബ്ലി ഫോം ചെയ്തത്. The assembly was dominated by Indian National Congress, the party that led India's freedom struggle. Okay. And in social terms too, the assembly represented members from different language groups, castes. ഈ ഒരു the assembly represented members from different language groups. പല ഭാഷ പറയുന്ന ആളുകളിൽ നിന്നാണ് ഈ ഒരു എന്താ പറയാ അസംബ്ലിയിലുള്ള മെമ്പേഴ്സിനെ തെരഞ്ഞെടുത്തത്. അതുപോലെ തന്നെ പല കാസ്റ്റിലുള്ള ആളുകളെ, പല ക്ലാസസിലുള്ള ആളുകളെ, പല റിലീജിയസ് ആൻഡ് പല ഒക്യുപ്പേഷൻസ് ഉള്ള ആളുകളെയാണ് അസംബ്ലിന്റെ മെമ്പേഴ്സ് ആയിട്ട് തെരഞ്ഞെടുക്കുന്നത്. എന്തൊക്കെ ഇതിലുള്ള ആളുകളാണ് മക്കളെ? ദ അസംബ്ലി റെപ്രസെന്റഡ് മെമ്പേഴ്സ് ഫ്രം ഫസ്റ്റ് വൺ, ഡിഫറെന്റ് ലാംഗ്വേജസ്, ഡിഫറെന്റ് കാസ്റ്റസ്, ഡിഫറെന്റ് ക്ലാസസ് ആൻഡ് ഡിഫറെന്റ് റിലീജിയസ് ആൻഡ് ഡിഫറെന്റ് occupations. Okay, B.R. Ambedkar prepared a draft constitution for discussion. B.R. Ambedkar ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്ത് B.R. അംബേദ്കർ ആയിരുന്നു എന്നതാണ് പറയുന്നത്. ഓക്കെ. More than 2000 amendments were considered. എന്ന് വെച്ചാൽ എത്ര amendments ഉണ്ടായിരുന്നു? More than 2000 amendments ആയിരുന്നു അന്ന് കൺസിഡർ ചെയ്തിരുന്നത് അല്ലെ. The members deliberated for 114 days spread over 3 years അല്ലെ. And the members were deliberated for 114 days spread over 3 years. And every document represented and every word spoken in the Constituent Assembly has been recorded and preserved അല്ലെ. എല്ലാ മെമ്പേഴ്സും പറയുന്ന ഓരോ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, ഓരോ ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ അവിടെ റെക്കോർഡഡ് ആയിരിക്കും കേട്ടോ. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഓക്കെ. B.R. അംബേദ്കർ പ്രിപ്പയർഡ് എ ഡ്രാഫ്റ്റിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൽ എന്തൊക്കെ ഉണ്ടാവും? More than 2000 amendments ആയിരുന്നു അവിടെ കൺസിഡർ ചെയ്തത്. ആൻഡ് ദ മെമ്പേഴ്സ്, അതിലുള്ള മെമ്പേഴ്സ് is deliberated for how many days? 114 days spread over 3 years. And every document, അവർ റെപ്രസെന്റ് ചെയ്യുന്ന every document എന്ന് പറയുന്ന മക്കളെ, that has been every word spoken, അവിടെ ഡിസ്കഷൻസ് അവർ നടത്തുമല്ലോ പല മെമ്പേഴ്സും, അതൊക്കെ അവിടെ എന്താണ്? has been recorded and preserved, അവിടെ സൂക്ഷിച്ചു വെക്കും.
ഓക്കെ, ഫോർ ഫെർദർ ഡിസ്കഷൻ ഇനിയുള്ള കുറെ ഫെർദർ ഡിസ്കഷന് വേണ്ടിയിട്ട് അത് റെക്കോർഡ് ചെയ്ത് വെക്കും, പ്രിസർവ് ചെയ്ത് വെക്കും എന്നാ പറയുന്നത് അല്ലെ. അപ്പൊ BR അംബേദ്കർ ഒരു ഡ്രാഫ്റ്റഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്തു ആൻഡ് മോർ ദാൻ 2000 അമെന്റ്മെന്റ്സ് അതിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. ആൻഡ് മെമ്പേഴ്സിന്റെ ടൈം എന്ന് പറയുന്നത് 114 days or 3 days ആണ്. പിന്നെ every document presented, every word spoken in the Constituent Assembly recorded ആണ് അല്ലെ. next one, and ഗാന്ധിജീസ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്ലാൻ. എന്തായിരുന്നു ഗാന്ധിജീന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്ലാൻ? എങ്ങനെയാവണം ഗാന്ധിജിന്റെ കോൺസെപ്റ്റ് എന്തായിരുന്നു മക്കളെ? എങ്ങനെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് വൺ, അദ്ദേഹത്തിന്റെ എന്ന് പറയുമ്പോൾ 13 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് 3 ഡ്യൂട്ടീസ്. അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ് അല്ലെ, 13 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. ഗാന്ധിജിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്ലാൻസ് ആണ് ഇത് ഫുള്ളും. 13 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് അല്ലെ, 13 മൗലിക അവകാശങ്ങളും 3 ഡ്യൂട്ടീസും ആയിരുന്നു ഗാന്ധിജിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്ലാനിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. പിന്നെ സെക്കൻഡ് വൺ, പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊണ്ടുവരാനുള്ള പ്ലാനിങ്. ആൻഡ് തേർഡ് വൺ, ഇറ്റ് ഈസ് പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് എന്ന് പറയുന്നത് 3-year ടേമിലുള്ള പ്രൊവിഷൻസ് ഗവൺമെന്റ്. ഇറ്റ് ഇസ് കമ്പോസ്ഡ് ഓഫ് പ്രസിഡൻസ് ഓഫ് താലൂക്ക് പഞ്ചായത്ത് അല്ലെ. എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് വൺ 13 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് 3 ഡ്യൂട്ടീസ് പറഞ്ഞു. രണ്ടാമത്തേത് എന്താണ്? പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊണ്ടുവരാനായിരുന്നു. തേർഡ് വൺ, പ്രൊവിൻഷ്യൽ ഗവൺമെന്റ്സ്. എന്താണ് പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് എന്ന് പറയുന്നത്? 3-year ടേമിലുള്ള ഗവൺമെന്റ് കമ്പോസ്ഡ് ഓഫ് പ്രസിഡൻസ് ഓഫ് താലൂക്ക് പഞ്ചായത്ത് അല്ലെ. താലൂക്ക് പഞ്ചായത്തുള്ള പ്രസിഡൻസ് ആയിരിക്കണം അവിടെ മെയിൻ ആയിട്ട് കൈകാര്യം ചെയ്യേണ്ടത്. ഇറ്റ് ഇസ് പ്രൊവിൻഷ്യൽ ഗവൺമെന്റ്. 3-year ടേംസ് ആണ് ആ ഒരു പ്രൊവിൻഷ്യൽ ഗവൺമെന്റിന് ഉണ്ടായിരിക്കേണ്ടതെന്നു. ആൻഡ് ഫോർത്ത് വൺ, ഇറ്റ് ഈസ് ദ disintegration of princely states, and fourth one is disintegration of princely states, and fifth one, a unicameral central government. 3-year ടേമിലുള്ള 3 വർഷം ലിമിറ്റുള്ള ഒരു യൂണികാമറൽ സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടായിരിക്കണം അല്ലെ. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് പ്രസിഡൻസ് ഉണ്ടായിരിക്കണം. എന്തിന്റെ പ്രസിഡൻസ് ഓഫ് പ്രൊവിൻഷ്യൽ പഞ്ചായത്തിന്റെ പ്രസിഡൻസിയിൽ മെയിൻ ആയിട്ട് ഉണ്ടായിരിക്കണം. പിന്നെ ഫിഫ്ത് വൺ, റീപ്ലേസ് ദ കൊളോണിയൽ ലീഗൽ സിസ്റ്റം വിത്ത് പഞ്ചായത്തി ലെവൽ കോർട്സ് അല്ലെ. എന്ന് വെച്ചാൽ ഈ ഒരു നമ്മുടെ ഇന്ത്യയിൽ നിലനിന്ന കൊളോണിയൽ ലീഗൽ സിസ്റ്റം ഇല്ലാതാക്കിയിട്ട് എന്ത് കൊണ്ടുവരണം? പഞ്ചായത്ത് ലെവൽ കോർട്സ് കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു ഗാന്ധിജിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്ലാൻസ്. ഫസ്റ്റ് വൺ 13 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആണ് മക്കളെ. ആൻഡ് സെക്കൻഡ് വൺ, ഇറ്റ് ഇസ് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊണ്ടുവരാനായിരുന്നു. ആൻഡ് തേർഡ് വൺ, ഇറ്റ് ഇസ് പ്രൊവിൻഷ്യൽ ഗവൺമെന്റ്. പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് എന്ന് പറയുന്നത് 3-year ടേം ആയിട്ടുള്ള പ്രൊവിൻഷ്യൽ ഗവൺമെന്റ്. ആരൊക്കെ കമ്പോസ്ഡ് ആയിട്ടുള്ള? പ്രസിഡൻസ് ഓഫ് താലൂക്ക് പഞ്ചായത്ത്. ആൻഡ് ഫോർത്ത് വൺ, ഇറ്റ് ഈസ് ഡിസ്ഇന്റിഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് അല്ലെ. പിന്നെ ഫിഫ്ത് വൺ ആണ് യൂണികാമറൽ സെൻട്രൽ ഗവൺമെന്റ്, 3-year ടേം കമ്പോസ്ഡ് ഓഫ് പ്രസിഡൻസ് ഓഫ് പ്രൊവിൻഷ്യൽ പഞ്ചായത്ത്. ആൻഡ് സിക്സ്ത് വൺ, റീപ്ലേസ് ദ കൊളോണിയൽ ലീഗൽ സിസ്റ്റം വിത്ത് പഞ്ചായത്ത് ലെവൽ കോർട്സ് അല്ലെ. അതാണ് മെയിൻ ആയിട്ടുള്ള ഗാന്ധിജിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഓക്കെ, ആൻഡ് ഹി റിജക്റ്റഡ് കമ്മ്യൂണൽ ഇലക്ട്രേറ്റ്സ്. കമ്മ്യൂണൽ ആയിട്ടുള്ള ഇലക്ട്രേറ്റ്സ് അവര് ഇല്ലാതാക്കിയിട്ട് ഗാന്ധിജി എന്തിനാണ് റെലവൻസ് കൊടുത്തത്? ലിറ്ററേറ്റ് ആയിട്ടുള്ള വോട്ടേഴ്സിനെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത് അല്ലെ. ഹി റിജക്റ്റഡ് the communal electorates and relevance. He gives importance to എന്തിന് ആർക്ക് വേണ്ടിയിട്ട്? It is mainly literate voters നാണ് അല്ലെ ഇമ്പോർട്ടൻസ് കൊടുത്തത്. നെക്സ്റ്റ്, and he desired a foreign policy based on peace and world federation. പിന്നെ അദ്ദേഹം കൊണ്ടുവന്ന ഒരു ഫോറിൻ പോളിസി എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇറ്റ്സ് ബേസ്ഡ് അപ്പോൺ പീസ് അല്ലെ, സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ വേൾഡ് ഫെഡറേഷന് വേണ്ടിയിട്ടുള്ള ഫോറിൻ പോളിസിയാണ് ആര് പുട്ട് ഫോർവേഡ് ചെയ്തത് മക്കളെ? ഗാന്ധിജി അല്ലെ. ആൻഡ് തേർഡ് വൺ, സ്പെഷ്യൽ അറ്റൻഷൻ ഓൺ ദ പ്രൊട്ടക്ഷൻ ഓഫ് മൈനോറിറ്റീസ് അല്ലെ. മൈനോറിറ്റീസിന് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻസ് നൽകണം എന്നാണ് ആര് പറഞ്ഞത്? ഗാന്ധിജി പറഞ്ഞത്. ആൻഡ് ഫോർത്ത് വൺ, എക്കണോമിക് ഡീസെൻട്രലൈസേഷൻ, മോർ സ്പെൻഡിങ് ഓൺ എഡ്യൂക്കേഷൻ അല്ലെ. എക്കണോമിക് ഡീസെൻട്രലൈസേഷൻ കൊണ്ടുവരണം എന്ന് പറഞ്ഞു അല്ലെ. എക്കണോമിക് ഡീസെൻട്രലൈസേഷൻ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ഏതൊക്കെ ഫീൽഡിലാണ്? മോർ സ്പെൻഡിങ് ഓൺ എഡ്യൂക്കേഷൻ അല്ലെ, വിദ്യാഭ്യാസത്തിനും ആൻഡ് ഹെൽത്ത്, ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും മെയിൻ ആയിട്ട് കൊണ്ടുവരണം. ആൻഡ് സീലിംഗ് ഓൺ വെൽത്ത് അല്ലെ. ആൻഡ് സീലിംഗ് ഓൺ വെൽത്ത്.
ആൻഡ് ഫ്രീ ആൻഡ് കമ്പൽസറി ബേസിക് എഡ്യൂക്കേഷൻ ടിൽ 14 years. ഗാന്ധിജിന്റെ വേറൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്ലാൻ ആയിരുന്നു എന്ത്? ഫ്രീ ആൻഡ് കമ്പൽസറി അല്ലെ, സൗജന്യമായിട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ട് വിദ്യാഭ്യാസം നൽകുക. ആൻഡ് കരിക്കുലം പ്രൊമോട്ടിംഗ് അവയർനെസ് അബൌട്ട് ഹെൽത്ത്, ഹൈജീൻ, ആരോഗ്യപരമായിട്ടുള്ള ഹൈജീൻ അല്ലെ, വൃത്തിയുള്ള, അതേമാതിരി കൃഷിനെ കുറിച്ചും സോഷ്യൽ സർവീസിനെ കുറിച്ചും ഒക്കെ അവരെ ബോധവാന്മാരാക്കുക. അതൊക്കെയായിരുന്നു ഗാന്ധിജിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്ലാൻസ്. ഫസ്റ്റ് എന്താണ്? ഹി റിജക്റ്റഡ് ദ കമ്മ്യൂണൽ ഇലക്ട്രേറ്റ്സ് ആൻഡ് റിലവൻസ് ഓഫ്, ആൻഡ് ഹി ഓൾസോ supported the relevance of literate voters. And second one, അദ്ദേഹത്തിന്റെ foreign policy based upon peace and world federation, and he gave special attention to the federation of minorities. And ഇദ്ദേഹത്തിന്റെ economic decentralization എന്ന് പറയുന്നത് എന്തായിരുന്നു? more spending on എന്തിലൊക്കെ? education and health. And fifth one എന്ന് പറയുന്ന free and compulsory and basic education for till 14 years of age വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം എന്നായിരുന്നു മക്കളെ ഗാന്ധിജി പറഞ്ഞത്. എന്നിട്ട് അവർക്ക് ആ ഒരു കുട്ടികൾക്ക് എന്തിനെ കുറിച്ച് ബോധവൽക്കരണം കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു? ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ ഹൈജീൻ, അഗ്രികൾച്ചർ, സോഷ്യൽ സർവീസ് ആൻഡ് ഹെൽത്ത്. ഇത്രയും കാര്യങ്ങളാണ് ഗാന്ധിജിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോ നെഹ്റുവിന്റെ എന്ന് വെച്ചാൽ നെഹ്റു ഈ ഒരു ഫ്രീഡം സ്ട്രഗിൾ ഒക്കെ നടത്തിയിട്ട് നമ്മുടെ ഇന്ത്യ അല്ലെ ഫ്രീഡം ഗെയിൻ ചെയ്ത് ഇൻഡിപെൻഡൻസ് നേടിയ ആ ഒരു നെഹ്റുവിന്റെ സ്പീച്ച് എന്തായിരുന്നു? at the stroke of the midnight, at the stroke of the midnight hour, when the world sleeps, India will awake to life ആൻഡ് ഫ്രീഡം അല്ലെ. ഈ ഒരു സ്ട്രോക്ക് ഓഫ് മിഡ് നൈറ്റില് എല്ലാ ഇന്ത്യൻസും അല്ലെ, എല്ലാ ആളുകളും ഈ ഒരു ലോകം ഉറങ്ങുന്ന ടൈം ഇന്ത്യ എന്തിലേക്കാണ് ഉണരുന്നത് എന്ന് പറയുന്നത്? into life and freedom. ഇന്ത്യ ഇൻഡിപെൻഡൻസ് ഗെയിൻ ചെയ്ത ആ ഒരു ടൈം അല്ലെ. അദ്ദേഹത്തിന്റെ സ്പീച്ച് ഏതായിരുന്നു? ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി ആണ് അല്ലെ. ഏത് ടൈമിൽ, ഏത് ദിവസമായിരുന്നു അത്? നമ്മുടെ ഇന്ത്യ ഇൻഡിപെൻഡൻസ് നേടിയ ദിവസം 15th August 1947. ഇമ്പോർട്ടന്റ് ആണ്. ആരായിരുന്നു പറഞ്ഞത്? നമ്മുടെ നെഹ്റു ആയിരുന്നു. ആ കാലം അപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ആര്? നെഹ്റു അല്ലെ. അല്ലെ, അദ്ദേഹത്തിന്റെ സ്പീച്ച് ആയിരുന്നു ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി അല്ലെ. ഓക്കെ ഓക്കെ അപ്പൊ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്ത് നോക്കിയാലോ മക്കളെ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അല്ലെ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and secure to all its citizens. നമ്മുടെ ഇന്ത്യൻ ജനത അല്ലെ സോളംലി റിസോൾട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യനെ എങ്ങനെയൊക്കെയാണ് സോവറീൻ ആയിട്ടുള്ള അല്ലെ, സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള, അതേപോലെ സെക്യുലർ ആയിട്ടുള്ള, ഡെമോക്രാറ്റിക് ആയിട്ടുള്ള, റിപ്പബ്ലിക് ആയിട്ടുള്ള നാഷൻ ആയിട്ടാണ് കാണുന്നത്. എന്താ? എല്ലാ സിറ്റിസൺസിനെയും സെക്യൂർ ആയിട്ട് കാണുന്നത് അല്ലെ, എല്ലാവരെയും സുരക്ഷിതരാക്കുന്ന ഒരു രാജ്യം അല്ലെ. പിന്നെ എന്താണ്? ജസ്റ്റിസ്, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ അല്ലെ, സോഷ്യൽ എക്കണോമിക് ആയിട്ട് അല്ലെ, എല്ലാ രീതിയിലും സോഷ്യൽ ഫീൽഡിലായിക്കോട്ടെ, സാമൂഹികരമായിട്ടും അതേമാതിരി സാമ്പത്തികരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും എല്ലാവർക്കും ജസ്റ്റിസ്, നീതി ഉറപ്പാക്കുന്ന, അതുപോലെ തന്നെ ലിബർട്ടി, എന്തിലൊക്കെ? തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ് ആൻഡ് ഇക്വാലിറ്റി, എല്ലാവർക്കും തുല്യത ഉറപ്പാക്കുന്ന സ്റ്റാറ്റസിലായിക്കോട്ടെ, ഓപ്പർച്യൂണിറ്റിയിലായിക്കോട്ടെ, ആൻഡ് പ്രൊമോട്ട് എമംഗ് ദം ഓൾ. പിന്നെ ഫ്രറ്റേണിറ്റി, എന്തിലൊക്കെ? ഡിഗ്നിറ്റി ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് നാഷൻ. ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ദിസ് 26th day of November 1949 do hereby adopt, enact and give to ourselves this constitution. അല്ലെ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിയാമ്പിൾ ആണിത്. നമ്മുടെ ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി അല്ലെ. ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി നമ്മൾ ഫ്രഞ്ച് റെവല്യൂഷന്റെ ഐഡിയൽസ് ആണ് ഇതിൽ അഡോപ്റ്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ എന്തൊക്കെ ഫീൽഡിലാണ് അതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മുടെ പ്രിയാമ്പിളിൽ പറഞ്ഞത് അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്ത്
ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫോർമേഷൻ ആണല്ലേ പറഞ്ഞത്. നമ്മൾ മെയിൻ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? പാർട്ടീഷൻ ആണ്, പാർട്ടീഷൻ ഓഫ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. അല്ലെ, ഇന്ത്യയും പാകിസ്ഥാനും പാർട്ടീഷൻ ഇതായ ആ ഒരു ഇത് തുടക്കം തൊട്ടാണ് ഇന്ത്യക്ക് കറക്റ്റ് ആയിട്ടുള്ള അല്ലെ ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യാനുള്ള ഒരു ആലോചനയിൽ വന്നത് അല്ലെ. അപ്പൊ അതിനുവേണ്ടി ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അല്ലെ, പിന്നെ എലക്ഷൻസ് നടന്നു. അല്ലെ, എലക്ഷൻസ്, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യാനുള്ള അമെൻമെന്റ്സ് ഒക്കെ അംബേദ്കറിന്റെ അല്ലെ, BR അംബേദ്കറിന്റെ കാര്യങ്ങള്, അംബേദ്കർ. ഓക്കെ, പിന്നെ ഗാന്ധിജിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, BR അംബേദ്കറിന്റെ അമെൻമെന്റ്സ് അല്ലെ. പിന്നെ ഗാന്ധിജിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. പാർട്ടീഷൻ ഓഫ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ആയിരുന്നു മെയിൻ ആയിട്ട് നമ്മളെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ ഫോം ചെയ്യാനുള്ള മേജർ ആ ഒരു ഡിഫിക്കൽറ്റി നമ്മൾ രക്ഷപ്പെട്ടത്. പിന്നെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, പിന്നെ എലക്ഷൻസ് വന്നത്, പിന്നെ BR അംബേദ്കറിന്റെ അമെൻമെന്റ്സ്, ഗാന്ധിജിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്ലാന്, പിന്നെ നെഹ്റുവിന്റെ സ്പീച്ച് അല്ലെ, ഫ്രീഡം മൂവ്മെന്റ്, നമ്മുടെ ഇൻഡിപെൻഡൻസ് ഗെയിൻ ചെയ്യുന്ന അല്ലെ, നമ്മുടെ 15th August 1947 നമ്മൾ ഇൻഡിപെൻഡൻസ് ഇതാക്കിയത് അല്ലെ. 15th August 1947 അല്ലെ, ഇൻഡിപെൻഡൻസ് ഡേ. അന്ന് അറ്റ് ദ മിഡ് നൈറ്റ് ഓഫ് സ്ട്രോക്ക് എന്ന് പറയുന്ന സ്പീച്ച് അന്ന് നടത്തിയത് ആരായിരുന്നു? നെഹ്റു ആണല്ലേ, പ്രൈം മിനിസ്റ്റർ. അന്നത്തെ ആ ടൈമിന് ഇന്ത്യ ഇൻഡിപെൻഡൻസ് ഗെയിൻ ചെയ്യുന്ന ആ ഒരു ടൈമില്, നേടിയെടുക്കുന്ന ആ ടൈമില്, ആ ഒരു മിഡ് നൈറ്റിൽ, അതിന്റെ തലേ ദിവസം മിഡ് നൈറ്റില് സ്പീച്ച് നടത്തിയത്, ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന സ്പീച്ച് നടത്തിയത് നെഹ്റു ആയിരുന്നു അല്ലെ. ആ സ്പീച്ചിന്റെ പേരെന്താണ്? ട്രിസ്റ്റ് വിത്ത് ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. എങ്ങനെയാണ് പാർട്ടീഷൻ ഓഫ് ഇന്ത്യയുടെ ആ കാര്യങ്ങളൊക്കെ പറയുക. അപ്പൊ ആളുകൾ അനുഭവിച്ച സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾ ക്ലിയർ ആയിട്ട് പറയുക. പിന്നെ എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോം ചെയ്തത്, ആ ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നത് ഡ്രാഫ്റ്റ് ചെയ്തത് എപ്പോഴാണ്, പിന്നെ എലക്ഷൻസ്, ഫസ്റ്റ് എലക്ഷൻസ് നടന്നത് എപ്പോഴാണ്, ഫസ്റ്റ് മീറ്റിംഗ് നടന്നത് എപ്പോഴാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, മോട്ടിലാൽ നെഹ്റു, 7 other കോൺഗ്രസ് മെമ്പേഴ്സ് ഫോം ചെയ്തിട്ട് അല്ലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യാൻ ഒരു 4 സ്റ്റെപ്പ് ഇട്ടത് മോട്ടിലാൽ നെഹ്റു അല്ലെ, മോട്ടിലാൽ നെഹ്റു ആൻഡ് 7 other കോൺഗ്രസ് മെമ്പേഴ്സ് ആണ് അല്ലെ. 7 other കോൺഗ്രസ് മെമ്പേഴ്സ് ഇതിൽ ഫോം ചെയ്തിട്ടുണ്ട് പറഞ്ഞു. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള ഇത് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അവരെവിടെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കറാച്ചിയിൽ ഒരു സെഷൻ നടത്തി എന്ന് പറഞ്ഞു അല്ലെ, കറാച്ചിയില്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ BR അംബേദ്കർ അല്ലെ പല അമെൻമെന്റ്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യാനുള്ള അമെൻമെന്റ്സ് ഒക്കെ കൊണ്ടുവന്നു. പിന്നെ ഗാന്ധിജിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്ലാൻസ്, 13 ഫണ്ടമെന്റൽ റൈറ്റ്സ്, പിന്നെ അദ്ദേഹത്തിന് അല്ലെ 13 ഫണ്ടമെന്റൽ റൈറ്റ്സ്, പിന്നെ എക്കണോമിക് ഡീസെൻട്രലൈസേഷൻ ഒക്കെ അദ്ദേഹത്തിന്റെ ആയിരുന്നു അല്ലെ. 13 ഫണ്ടമെന്റൽ റൈറ്റ്സ്, പിന്നെ 3 ഡ്യൂട്ടീസ്,
പിന്നെ എക്കണോമിക് ഡീസെൻട്രലൈസേഷൻ അല്ലെ, അത് കൊണ്ടുവന്നത് ഇദ്ദേഹമായിരുന്നു. ഇവിടെ എക്കണോമിക്, പിന്നെന്താണ്, പിന്നെ മെയിൻ ആയിട്ട് കമ്പൽസറി years. എത്ര ഇയേഴ്സ് വരെയാണ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞത്? 14 years, 14 വയസ്സ് വരെ എല്ലാവർക്കും കമ്പൽസറി എഡ്യൂക്കേഷൻ നൽകണം എന്നാണ് പറഞ്ഞത്. ഓക്കെ. ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് മൈനോറിറ്റീസ്, അതും ഗാന്ധിജിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്ലാൻ ആണ്. എന്ത്? പ്രൊട്ടക്ഷൻ ഫോർ മൈനോറിറ്റീസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. പാർട്ടീഷൻ ഓഫ് ഇന്ത്യ, കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി ഫോം ചെയ്ത് അതിന്റെ ഫസ്റ്റ് ഇലക്ഷൻസ്, മീറ്റിംഗ്, BR അംബേദ്കറിന്റെ, പിന്നെ നമ്മുടെ നെഹ്റുവിന്റെ സ്പീച്ച് ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എപ്പോഴാണ് അത് കണ്ടക്ട് ചെയ്തത്? 15th August 1947. പിന്നെ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വന്നൊരു ദിവസമായോണ്ടാണ്, നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്ത ദിവസമായോണ്ടാണ് നമ്മൾ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്നത് അല്ലെ? റിപ്പബ്ലിക് അല്ലെ? 26th January 1950 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന ആ ഒരു ടൈമാണ് നമ്മൾ 26th January റിപ്പബ്ലിക് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സെഷനിൽ നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് വേറൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം കേട്ടോ. താങ്ക് യു.